ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് എക്സസൈസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. എക്സസൈസ് എന്ന് കേൾക്കുമ്പോൾ ഹെൽത്ത് പരമായിട്ടുള്ളൊരു എക്സസൈസ് ഒന്നും അല്ല കേട്ടോ. ഇത് ബ്രെയിനിന് വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ്. അപ്പോൾ ചില കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത്, ഓൾമോസ്റ്റ് കുഞ്ഞുങ്ങളിലാണ് കേട്ടോ കണ്ടുവരുന്നൊരു കാര്യമാണ്, അവർക്ക് ഫോക്കസിങ് ലെവല് കുറവായിട്ട് അവർ കുറച്ച് നേരമേ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് എക്സസൈസാണിത്. ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഫോക്കസിങ് ലെവൽ കൂടും, പിന്നെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഈ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്താൽ മതി. ഇനി ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇത് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. മിക്കവർക്കും ഓർമ്മക്കുറവൊക്കെ വരുന്നില്ലേ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളാണ്. അതിന് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ആ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 A4 സൈസിലെ പേപ്പർ, ദെൻ 2 നമുക്ക് ടൂൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയില്, ദെൻ ഒരു മാർക്കർ ആവശ്യമാണ്, പിന്നെ സ്കെച്ച് പെൻസ് ആവശ്യമാണ്, പിന്നെ നമുക്ക് ക്രയോൺ ഉണ്ടെങ്കിൽ അതും, കുട്ടികളുടെ കയ്യിൽ അത് കോമൺ ആണ്, ക്രയോൺസ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ട് നമുക്കൊരു 2-3 പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം 2 കളറിൽ, നിങ്ങൾക്ക് ക്രയോൺ ആണെങ്കിൽ ക്രയോൺ, അതല്ല എങ്കിൽ നമുക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യാം. 2 കളർ ഉപയോഗിക്കുക കേട്ടോ. അറ്റ് എ ടൈം നമ്മൾ 2 കൈയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ 2 കൈ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് 2 സൈഡിലെ ബ്രെയിനും ഈക്വലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 കൈയും നമ്മൾ ഉപയോഗിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഒരു കൈ മാത്രമായിരിക്കും ഓക്കെ, പക്ഷേ നമ്മൾ 2 കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക കേട്ടോ. അപ്പോൾ 2 ബ്രെയിനും ഈക്വലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഇത് 2 കൈയിൽ ഉപയോഗിക്കുക. ഇവിടെ നിന്ന് 2ഉം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ ഇങ്ങനെ മുട്ടിക്കുക. ഓക്കെ, തെറ്റിപ്പോവും, നോ പ്രോബ്ലം. എങ്കിലും അത് പതുക്കെ പതുക്കെ ഫോക്കസ് ചെയ്യാൻ അവരോട് പറഞ്ഞാൽ മതി. ഓക്കെ, മനസ്സിലായ? ഇതുപോലെ താഴത്തേക്ക് അവരോട് വരയ്ക്കാൻ പറയുക. ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടെ ഏത് കളറാണോ വന്നിരിക്കുന്നത് ആ കളർ ക്രയോൺ വെച്ചിട്ട് ഷെയ്ഡ് കൊടുക്കാൻ പറയുക. ഇങ്ങനെ ഉള്ളിൽ നിറയെ, അത് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല, ഇപ്പുറത്തോട്ടും വരാൻ പാടില്ല, ആ രീതിയിൽ കൊടുക്കാൻ പറയുക. ഓക്കെ, ക്ലിയർ? ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്യാൻ പറയുക. ഇനി 2ാമത്തെ എക്സസൈസ്, ഒരെണ്ണം ഇവിടെ നിന്നാണെങ്കിൽ ഒരെണ്ണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, റൗണ്ട് ഷേപ്പിൽ. ഓക്കെ, ക്ലിയർ? ഇതുപോലെ. എന്നിട്ട് ഇതും അതുപോലെ തന്നെ ഷെയ്ഡ് കൊടുക്കാൻ പറയുക. പുറത്തേക്കൊന്നും പോവാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഷെയ്ഡ് കൊടുക്കാൻ പറയുക. അതുപോലെ ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറയുക കേട്ടോ. ദെൻ നെക്സ്റ്റ്, അടുത്തത് ഇവിടെ നിന്നാണ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യണതെങ്കിൽ ഇവിടെ നിന്ന് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിവിടെ നിന്ന് ഇങ്ങോട്ട്, ഇതിവിടെ നിന്ന് ഇങ്ങോട്ട്, നേരെ മുകളിലിട്ട്, ദെൻ ഇങ്ങനെ. ഓക്കെ,
ഓക്കെ, ഇതും അതുപോലെ തന്നെ ഷെയ്ഡ് കൊടുക്കുക. സ്കെച്ച് പെൻ മതിയെങ്കിൽ സ്കെച്ച് പെൻ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. സ്കെച്ച് പെൻ ആകുമ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രയോൺ വേണമെങ്കിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സ്കെച്ച് തന്നെ കുഞ്ഞുങ്ങളുടെ കൊടുത്താലും മതി. ഓക്കെ, ഇതും സെറ്റായില്ലേ? അതുപോലെ ഇത് കംപ്ലീറ്റ് ആക്കുക. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഈ ആരോയിലേക്കും ഈ ആരോയിലേക്കും മുട്ടിക്കുക. ദെൻ ഇങ്ങനെ. എനിക്ക് റൈറ്റ് ഹാൻഡാണ് കൂടുതലും, അപ്പോൾ അതുകൊണ്ട് റൈറ്റ് ഹാൻഡിൽ പെർഫെക്ഷൻ വരും, ലെഫ്റ്റ് ഹാൻഡിൽ വരില്ല. എന്നാലും നമ്മളിങ്ങനെ ചെയ്യുക കേട്ടോ. അത് സ്ലോലി അത് റെഡിയാകും. പലപ്പോഴും കുഞ്ഞുങ്ങളിലാണെങ്കിലും നമ്മളിലാണെങ്കിലും നമ്മൾ റൈറ്റ് ഹാൻഡാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ രണ്ട് ബ്രെയിനും ഈക്വലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ തവണ ഇങ്ങനത്തെ ഒരു എക്സസൈസ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നോക്കുക. അതിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ദിവസം ഒരു ഷീറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 ഷീറ്റെങ്കിലും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഈ കാണിച്ച എക്സസൈസ് കുഞ്ഞുമക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. ലവ് യു ആൾ.